ആശയത്തിന്റെ നല്ലൊരു ആശയം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല സമയം. സോ നമ്മളൊരു 5 മിനിറ്റ് വൈകിട്ടുണ്ട്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് വൈകിയത്. നമ്മൾ 8:05 നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റ് നമ്മൾ വൈകിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നമുക്കറിയാം, ഒരു ബിസിനസ് ആശയം. ആ ബിസിനസ് ആശയം കേൾക്കുവാൻ വേണ്ടി ആണ് നമ്മൾ എന്തായാലും ഒരു അരമണിക്കൂറിലും 35 മിനിറ്റത്തേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളെല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. നമ്മളാരും വെറുതെ ഇരിക്കുന്നവരൊന്നുമല്ല. എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. എന്തായാലും നമ്മുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ സ്പെൻഡ് ചെയ്ത സമയം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക. ദാറ്റ് മീൻസ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ സൂം ഓൺ ചെയ്ത് വെച്ചിട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആകാതെ എന്താണ് ഇത് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. കാരണം എന്ത് കാര്യവും നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ചാണല്ലോ നമുക്ക് മുൻപോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഇന്ന് നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണ്. നമ്മളാരും ലക്ഷപ്രഭുക്കളോ കോടീശ്വരന്മാരോ ഒന്നുമല്ല. സാധാരണക്കാരായ ആൾക്കാരാണ്. സാധാരണക്കാരായ വ്യക്തികൾ നമ്മളെല്ലാവരും. എനിക്ക് തോന്നുന്നു നമ്മളിൽ പലരും തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരും ഉണ്ടാകാം. കാരണം എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഒരു ജീവിത ചെലവ് എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ജീവിത ചെലവ് എന്ന് പറയുന്നത് നമുക്ക് ദൈനംദിനം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാകാം. പക്ഷെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. കാരണം ഭാവിയിലേക്ക് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഭാവിയിലേക്ക് നമ്മൾ കരുതി അല്ലെങ്കിൽ കണക്കൂട്ടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കാം, നമ്മളുടെ മക്കളുടെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാഹനമായിരിക്കാം, അല്ലെങ്കിൽ ജ്വല്ലറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ 100% ഉറപ്പാണ് സാമ്പത്തികം ഒരു അവശ്യ ഘടകമാണ്. എന്നാൽ നമ്മളൊക്കെ പൈസ ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ നമുക്ക് ലഭിക്കുന്ന വരുമാനം നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ? നമുക്ക് മുൻപോട്ടുള്ള കരുതൽ നിത്യജീവിതത്തിലും അതുപോലെ തന്നെ മുൻപോട്ട് പോകുമ്പോഴും നമുക്ക് കരുതാനുള്ള കാര്യങ്ങളിലേക്ക് വരുന്നുണ്ടോ? ഞാൻ ഇൻട്രോ ആയിട്ട് ജസ്റ്റ് ആമുഖമായിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പക്ക ബിസിനസ് ആശയമാണ്. പക്ക ബിസിനസ്, പക്ഷെ നന്മയുള്ള ഒരു ബിസിനസ്സാണ്. പക്ക ബിസിനസ് ആണെങ്കിൽ പോലും നന്മയുള്ള ഒരു ബിസിനസ്, നന്മ ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നല്ലത് ചെയ്തുകൊണ്ട്. അപ്പൊ നല്ലത് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയം. ഈ ആശയം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് ഓക്സിനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അരുൺജി, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സ്ക്രീൻ ഓക്കെ ആണല്ലോ? ഹലോ, കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു, ഈ ആശയം അല്ലെങ്കിൽ ഈ അവസരം നമുക്ക് ഷെയർ ചെയ്യുന്ന കമ്പനിയാണ് ഓക്സിനോ ഇന്റർനാഷണൽ. 2018 ഓഗസ്റ്റ് മാസം 9 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. രജിസ്റ്റേർഡ് ഓഫീസ് ബാംഗ്ലൂരാണ്. കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനേക്കാൾ ഉപരി ഹെഡഡ് ബൈ എക്സ്പേർട്സ്. വിവിധ മേഖലകളിലെ പ്രതിഭാധനന്മാർ നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. വിവിധ മേഖലകളിലെ പ്രതിഭാധനന്മാർ 6 വർഷം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു കമ്പനി. 6 വർഷം. നമുക്കറിയാം, ഏതൊരു കമ്പനിയുടെയും അല്ലെങ്കിൽ നമുക്ക് ജനിച്ചു വീഴുന്ന കുട്ടിക്കാണെങ്കിൽ ഒരു ശൈശവകാലം, ഒരു ബാലാരിഷ്ഠിത എന്ന് പറയുന്ന ഒരു കാലമൊക്കെ ഉണ്ട്. കമ്പനികളെ സംബന്ധിച്ചിട്ട് 3 വർഷമൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, പല കമ്പനികളും തുടങ്ങുന്നു,
തീർന്നു പോകുന്നു, നിന്നു പോകുന്നു നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ ഒരു 3 വർഷത്തിൽ സംഭവിക്കും. പക്ഷെ 6 വർഷമൊക്കെ സക്സസ്ഫുൾ ആയിട്ട്, അതും ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട മുഴുവൻ TDSും GSTയും എല്ലാം കൊടുത്തുകൊണ്ട്, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷനുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്, എല്ലാ കാര്യങ്ങളും പക്ക പെർഫെക്റ്റ് ആയിക്കൊണ്ട് 6 വർഷം ഒരു കമ്പനി മുൻപോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കമ്പനി കൃത്യമായ ഒരു വിഷനോടും മിഷനോടും കൂടി മുൻപോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിച്ചു പറയാം, നമുക്ക് വ്യക്തമായിട്ടൊരു വിഷനും മിഷനും ഉണ്ട്. കാരണം ആ വിഷനും മിഷനും ഉള്ളത് കൊണ്ടാണ് ഏത് പ്രതിസന്ധി വന്നാലും തകരാതെ, തളർന്നു പോകാതെ പിടിച്ചു നിന്നത് 6 വർഷം പൂർത്തിയാക്കിയത്. കാരണം നമ്മൾ ആരംഭിച്ച കാലം മുതൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആരംഭിച്ച സമയത്താണ് ഫ്ലഡ് വന്നത്. അത് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. അതിനുശേഷം കോവിഡ്, നമുക്കറിയാമല്ലോ, എല്ലാവരെയും ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ കോവിഡ് വന്നു. പക്ഷെ ഇതിലൊന്നും തകർന്നു പോകാതെ, തളരാതെ പിടിച്ചു നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 6 വർഷം ഒരു കമ്പനി, നമ്മുടെ കമ്പനി മുൻപോട്ട് പോയി എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് വ്യക്തമായ ഒരു വിഷൻ ആൻഡ് മിഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. നോക്കൂ, നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് 2035 ആകുമ്പോഴത്തേക്കും ഫോർച്യൂൺ 500 കമ്പനികളെ ടോപ്പ് 10ൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്. ഫോർച്യൂൺ 500 കമ്പനി നമുക്കറിയാം അല്ലെ, ലോകത്തിലെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ടോപ്പിൽ നിൽക്കുന്ന 500 കമ്പനികൾ. ആ കമ്പനികളിലെ ആദ്യത്തെ 10ൽ സ്ഥാനം പിടിക്കുക ചെറിയ ഒരു വിഷൻ അല്ല. അതും 2035 ആകുമ്പോഴേക്കും. അതൊരിക്കലും ചെറിയ വിഷൻ എന്ന് പറയുന്നില്ല. ആ വിഷനിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണ്? അതിന് വ്യക്തമായ നമുക്കൊരു മാർഗരേഖ ഉണ്ടെന്നുള്ളതാണ്. കാരണം സമാധാനത്തിന്റെ ആശയം എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട്, ആരോഗ്യത്തിന്റെയും സമ്പത്തും പകർന്നു കൊടുത്തുകൊണ്ട്, സമാധാനം നൽകിക്കൊണ്ട്. കാരണം നമുക്കറിയാം, ഏതൊരു കുടുംബത്തിലും ഏതൊരു വ്യക്തിക്കും സമാധാനം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സമാധാനം ഉണ്ടാകുന്നതിൽ 99% ഇരിക്കുന്നത് ആരോഗ്യത്തിലും സമ്പത്തിലുമാണ്. നമ്മുടെ കുടുംബത്തിൽ ആവശ്യത്തിന് സമ്പത്തും നമുക്കെല്ലാം നല്ല ആരോഗ്യവും ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം കളിയാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് സമാധാനത്തിന്റെ സന്ദേശം ലോകം മുഴുവൻ എത്തിച്ചുകൊണ്ട് ഒരു വലിയ കസ്റ്റമർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, കസ്റ്റമർ വേൾഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 2035 ആകുമ്പോഴത്തേക്കും ഫോർച്യൂൺ 500 കമ്പനികൾ ടോപ്പ് 10ൽ സ്ഥാനം പിടിക്കുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി മുൻപോട്ട് പോകുന്ന കമ്പനിയാണ് ഓക്സിനോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ ലീഗൽ ഫോർമാലിറ്റീസും കമ്പനി പൂർത്തിയാക്കിയിരിക്കുന്നത്. നോക്കൂ, ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കമ്പനിയുടേതാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും വിവിധ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും ഒക്കെ സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ പൂർണ്ണ സജ്ജമായിട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം അതാണ്, നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 3, 4, 5, 10 വർഷമല്ല, മറിച്ച് 2035 ഫോർച്യൂൺ 500 ടോപ്പ് 10ൽ കയറുകയും അതോടൊപ്പം തലമുറകളിലേക്ക് നിലനിൽക്കുന്ന, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും തലമുറകളിലേക്ക് നിൽക്കുന്ന, തലമുറകൾ കൈമാറാൻ പറ്റുന്ന വരുമാന സാധ്യത ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തമായ വിഷനോട് കൂടി. നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വിദഗ്ധർ, കഴിവുറ്റവർ നയിക്കുന്ന ഒരു മഹത്തായ കമ്പനിയാണ് നമ്മുടെ വിഷണറി ആൻഡ് ഫൗണ്ടർ ഡോക്ടർ അബ്ദുൾ അർഷാദ്. 30 വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസ്, ബിസിനസ് എക്സലൻസി അവാർഡ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ 30 വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം ഈ കമ്പനിയുടെ വിഷണറി ആൻഡ് ഫൗണ്ടറായിട്ട് നിലകൊള്ളുമ്പോൾ വ്യക്തമായ മാർഗരേഖ നമുക്ക് പറഞ്ഞു തരാൻ അദ്ദേഹം ഉണ്ട് നമ്മളോടൊപ്പം. അതോടൊപ്പം നമുക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങുകൾ, മറ്റു കാര്യങ്ങളൊക്കെ തരുവാൻ വേണ്ടി 2 വ്യക്തിത്വങ്ങൾ. നിങ്ങൾക്കറിയാം, യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഇവരെക്കുറിച്ച് സെർച്ച് ചെയ്താൽ മതി, അവരെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാകും. മിസ്റ്റർ എഡിസൺ ഫ്രാൻസ് കോർപ്പറേറ്റ് ട്രെയിനറാണ്, ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ഗുരുവാണ്, ഇന്റർനാഷണൽ ട്രെയിനറാണ്. അതോടൊപ്പം മിസ്റ്റർ പ്രേംലാൽ, ലാൽജി എന്ന് നമ്മളെ സ്നേഹത്തോട് വിളിക്കുന്ന മിസ്റ്റർ പ്രേംലാൽ കോർപ്പറേറ്റ് മെന്ററാണ്. അദ്ദേഹം നമ്മുടെ കമ്പനിയുടെയും മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നു. നോക്കൂ, ഇവരെക്കുറിച്ചൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം നമുക്കറിയാലോ, പണ്ടൊക്കെ മാതാപിതാ ഗുരു ദൈവമാണെങ്കിൽ ഇന്ന് മാതാപിതാ ഗൂഗിളാണ് ദൈവം. ജസ്റ്റ് ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇവരുടെ പ്രൊഫഷൻ എന്താണെന്നും ഇവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്നും. ഇവർ സെലിബ്രിറ്റീസ് ആണ് ശരിക്കും. ഇവരൊക്കെയാണ് നമ്മളെ നയിക്കുന്നത്. അതോടൊപ്പം മധുസൂദൻ സാർ, നമ്മുടെ ഡയറക്ടർ റാങ്കിൽ നിൽക്കുന്ന മധുസൂദൻ സാർ, ഉബൈദ് സാർ, ജനറൽ മാനേജറായിട്ട് സുധാകരൻ സാർ, വ്യത്യസ്ത മേഖലകളിൽ കഴിവും പ്രാവീണ്യവും തെളിയിച്ച നിരവധി വ്യക്തിത്വങ്ങൾ നമ്മളോടൊപ്പം, നമ്മളെ നയിക്കുവാൻ, കമ്പനിയെ നയിക്കുവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു കാരണം ഈ കമ്പനി അതിവേഗതയിൽ മുൻപോട്ട് കുതിച്ചു പായാൻ 100% നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഡിയർ ഫ്രണ്ട്സ്, നമുക്കറിയാം, ഏതൊരു
കമ്പനിയുടെയും, ഏതൊരു മാർക്കറ്റിംഗ് കമ്പനിയുടെയും, അത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ഡയറക്ട് സെല്ലിംഗ് ആണെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ഏതൊരു കമ്പനിയുടെ, ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതിലെ പ്രൊഡക്റ്റുകളാണ്. നല്ല പ്രോഡക്റ്റുകൾ, മനുഷ്യന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ, അവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ, അവർക്ക് ഉപയോഗപ്രദമായ പ്രൊഡക്റ്റുകൾ, അവർക്ക് ഉപകാരം ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ആണ് ഒരു കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരു കാരണവശാലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ആ കമ്പനിക്ക് താഴത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ മുൻപോട്ട് വെക്കുന്ന ഉൽപ്പന്നങ്ങൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഗണത്തിൽപ്പെട്ട, ശ്രേണിയിൽപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മുൻപോട്ട് വെക്കുന്നത്. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയൊരു മാസ്മരികത അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മനുഷ്യനാണ്, ഡോക്ടർ സജീവ് കുമാർ. മലപ്പുറം പൊന്നാനി സ്വദേശിയാണ്. കോട്ടയം KR നാരായണ സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം അവിടുത്തെ കൺസൾട്ടിംഗ് സയന്റിസ്റ്റ് ആണ്. എത്നോ മെഡിസിൻ എന്ന ശാസ്ത്രശാഖയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡോക്ടറേറ്റ് ലഭിച്ച വ്യക്തിത്വമാണ്. എത്നോ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിന്റെ ഒരു വകഭേദമാണ് കേട്ടോ. ഞാനത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ സ്വീകാര്യതയുള്ളതാണ് നമ്മുടെ കേരള ആയുർവേദം എന്ന് പറയുന്നത്. കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകം മുഴുവൻ സ്വീകാര്യതയുണ്ട്. അപ്പൊ ലോകം മുഴുവൻ സ്വീകാര്യതയുള്ള കേരള ആയുർവേദത്തിന്റെ ഒരു വകഭേദമാണ് എത്നോ മെഡിസിൻ. കേരള ആയുർവേദത്തിന്റെ മോഡേൺ മെഡിസിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ആയുർവേദത്തിലെ ഇല, പൂവ്, കായ, തണ്ട് എന്നൊക്കെ പറയുമ്പോൾ എത്നോ മെഡിസിൻ നോക്കുന്നത് ഈ ഇലയിലും പൂവിലും കായിലും തണ്ടിലും ഒക്കെ ഇരിക്കുന്ന ഔഷധ ഗുണങ്ങൾ, ഫൈറ്റോ ന്യൂട്രിയൻസ് ഏതൊക്കെയെന്ന് വേർതിരിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എത്നോ മെഡിസിൻ. ആ ശാസ്ത്രശാഖയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡോക്ടറേറ്റ് ലഭിച്ച വ്യക്തിത്വം, വർഷങ്ങളോളം പാരമ്പര്യമുള്ള ആയുർവേദ കുടുംബത്തിലെ ഇപ്പോഴത്തെ കണ്ണി. അദ്ദേഹം ഔഷധ സസ്യങ്ങളിൽ ഗവേഷണം നടത്തിയതിനൊപ്പം നമ്മൾ പറമ്പിൽ പാഴ്ചെടികൾ അല്ലെങ്കിൽ കളകൾ എന്ന് പറഞ്ഞ് വെട്ടി നശിപ്പിച്ച് കളയുന്ന നിരവധി സസ്യങ്ങളിൽ കൂടി ഗവേഷണം നടത്തി അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഈ ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ സ്വത്ത് എന്ന് പറയുന്നത്. രത്നങ്ങളാണ്, വൈരങ്ങളാണ് നമ്മുടെ. കാരണം എന്താ അറിയോ, ഇദ്ദേഹം ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ഗണത്തിലേക്ക് ഈ പ്രോഡക്റ്റുകൾ വന്നപ്പോൾ നമുക്കറിയാം ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന മീനിങ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. മെഡിസിനൽ വാല്യൂ ഉള്ള ഫുഡ് എന്നാണ് പറയുന്നത്. മെഡിസിനൽ വാല്യൂ ഉള്ള ഫുഡ്, അത് മരുന്നിന് പകരമുള്ള ഭക്ഷണം. മെഡിസിനൽ വാല്യൂ ഉള്ള ഫുഡ് FSMP ഗ്രേഡ് ആണ്, ഫുഡ് സപ്ലിമെന്റ് ഫോർ സ്പെഷ്യൽ മെഡിക്കൽ പർപ്പസ്. അപ്പൊ ഭക്ഷണത്തിന് പകരമുള്ള മരുന്ന് വെൽനസ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഉയർന്ന ശ്രേണിയാണ്. നമുക്ക് വെൽനസ് ഇൻഡസ്ട്രിയുടെ സാധ്യത എക്കണോമിസ്റ്റുകൾ പറയുന്നത് 2030 ആകുമ്പോഴത്തേക്കും ഏകദേശം 850 ലക്ഷം കോടിയാണ് പറയുന്നത് വെൽനസ് ഇൻഡസ്ട്രിയുടെ സാധ്യത. ആ വെൽനസ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ഉയർന്ന നാമധേയമാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. ആ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്ന, ഇത്രയും അധികം പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ എന്ന് പറയാൻ പറ്റില്ല, ലോകത്തിലെ തന്നെ ഒരേ ഒരു കമ്പനിയാണ് ഓക്സിനോ ഇന്റർനാഷണൽ ഡിസ്പ്ലൈ ലിമിറ്റഡ്. നോക്കൂ, ഡോക്ടർ AV സുരേഷ് കുമാർ. സുരേഷ് സാർ നമ്മുടെ വെൽനസ് ഡിപ്പാർട്ട്മെന്റ് അഡ്വൈസറി ബോർഡ് ചെയർമാനാണ്. റിട്ടയർഡ് DMO ആണ്. കാസർഗോഡ് നിന്ന് റിട്ടയർഡ് DMO ആണ്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിത്വമാണ്. നമുക്ക് എത്ര 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 കഴിവുറ്റ വ്യക്തിത്വങ്ങളാണ് നമ്മളോടൊപ്പം അണിചേർന്നിരിക്കുന്നത്. നോക്കൂ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഇതിന്റെ വിഷൻ ആൻഡ് മിഷൻ. നമുക്ക് എവിടെയാണ് എത്തേണ്ടത് എന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. നോക്കൂ, ഡോക്ടറുടെ ശ്രേണിയിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്, ആ കുടുംബത്തിൽ ആരോഗ്യം പകർന്നു കൊടുക്കുന്ന, ആ കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ കുടുംബത്തിലേക്ക് ആരോഗ്യം പകർന്നു കൊടുക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അദ്ദേഹത്തിന്റെ ന്യൂട്രാസ്യൂട്ടിക്കൽ ശ്രേണിയിലുള്ളതാണ്. ജീവിതകാലം മുഴുവൻ അവിൽപ്പതി പോലെ മരുന്ന് കൊണ്ട് നടക്കേണ്ട വ്യക്തിയെ മരുന്നില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ എടുക്കേണ്ട വ്യക്തിയെ 3 മുതൽ 6 മാസക്കാലം കൊണ്ട് ഇൻസുലിൻ പോലും ഒഴിവാക്കിക്കൊണ്ട് മരുന്നില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഹൃദയത്തിനകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്കിനെ അലിയിച്ച് കളയുന്ന ഉൽപ്പന്നങ്ങൾ. അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ. നമുക്കിനി അപ്കമിംഗ് ആയിട്ട് പ്രൊഡക്റ്റുകൾ നിരവധി വരാനിരിക്കുന്നു. നോക്കൂ, ഹിബിസ്കസ് ടീ, ചായക്കും കാപ്പിക്കും ഒക്കെ പകരമുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹിബിസ്കസ് ടീ വരുന്നു. സീറോ കൊളസ്ട്രോൾ മസാല, ഏത് കറി വെച്ചാലും ഈ മസാല ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. കൊളസ്ട്രോൾ ഇല്ലാത്ത മസാല വരുന്നു. പെക്ടാപിൽസ് വരുന്നു, മൗത്ത് വാഷ് വരുന്നു, ഹെയർ നൂറിഷർ, വീര്യ തുടങ്ങി നിരവധി പ്രോഡക്റ്റുകൾ അദ്ദേഹത്തിന്റെ ലാബിൽ നമ്മുടെ R&D പരീക്ഷണ നിരീക്ഷണങ്ങളിലാണ് താമസിയാതെ നമ്മളിലേക്ക് എത്തുന്നത്. നോക്കൂ, ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് മാത്രമാണോ ആവശ്യം? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണോ? അല്ല. ഈ ഇന്ത്യയിൽ മുഴുവൻ മാത്രമാണോ? അല്ല. ഈ ലോകം മുഴുവൻ ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ്. ആവശ്യമല്ല, അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും അത് തന്നെയാണ്.
ലോകം മുഴുവൻ അത്യന്താപേക്ഷിതമായ ഉൽപ്പന്നങ്ങൾ. അതാണ് നമ്മളുടെ വിഷൻ എന്ന് പറയുന്നത്. ലോകം മുഴുവൻ ആരോഗ്യത്തിന്റെ സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട്, സമ്പത്തിന്റെ റിച്ച്നെസ് കൊടുത്തുകൊണ്ട്, അബണ്ടൻസ് കൊടുത്തുകൊണ്ട്, സമാധാനത്തിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ടോപ്പ് 10 കമ്പനികളിൽ ടോപ്പ് 10 എത്തുക എന്നുള്ള നമ്മുടെ വിഷൻ ആൻഡ് മിഷൻ നമ്മൾ മുൻപോട്ട് വയ്ക്കാനുള്ള കാരണവും അത് തന്നെയാണ്. നമുക്ക് ഇത്രയും മനോഹരമായ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ്സ്, ISO സർട്ടിഫിക്കറ്റ്സ്, GMP സർട്ടിഫിക്കറ്റ്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റ്സ് തുടങ്ങി എല്ലാ അതിനാവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം നേടിയെടുത്തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഇത് വെച്ചുകൊണ്ട് നമുക്കെങ്ങനെ പൈസ ഉണ്ടാക്കാം? കാരണം നമ്മളിവിടെ വന്നിരിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അറിയാനല്ല. നമ്മൾ ഇന്നിവിടെ കയറിയത് ഈ 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കെന്ത് കിട്ടും? നമുക്കെന്ത് കിട്ടും എന്ന് ഞാൻ പറയുന്നതിന് മുൻപായിട്ട് എത്രയും കാര്യങ്ങൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മൾ കിട്ടുന്നത് ഹാപ്പി മണിയാണെന്ന് പറഞ്ഞു. സന്തോഷത്തിന്റെ പണമാണ് നമുക്ക് കിട്ടുന്നത്. അത് 10 കിട്ടിയാലും 500 കിട്ടിയാലും 5000 കിട്ടിയാലും 5 ലക്ഷം കിട്ടിയാലും അത് സന്തോഷത്തിന്റെ പണമാണ്. കാരണം മറ്റൊരാൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഉപകാരമില്ലാത്തൊരു ഉൽപ്പന്നം കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന പൈസയല്ല ഇത്. മറിച്ച് മറ്റൊരാളുടെ രോഗം മാറ്റിക്കൊണ്ട്, അസുഖം മാറ്റിക്കൊണ്ട്, ആ വ്യക്തിയെ മരുന്നില്ലാതെ ജീവിക്കാൻ സഹായിച്ചുകൊണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കുടുംബത്തെ മുഴുവൻ, കണ്ണീരിലാഴേണ്ട ഒരു കുടുംബത്തെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് നമ്മളിലേക്ക് ലഭിക്കുന്ന പണം എന്ന് പറയുന്ന ഹാപ്പി മണിയാണ്. ആ പണം കൊണ്ട് കഞ്ഞി വെച്ച് കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് പിടിക്കും, നമ്മുടെ തലമുറകൾക്ക് ഗുണം ചെയ്യും. അപ്പൊ അത്തരത്തിൽ മനോഹരമായ അല്ലെങ്കിൽ 100% ഉപയോഗപ്രദമായ, ഉപകാരപ്രദമായ, ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ ലോകത്തിന്റെ മുൻപിലേക്ക് മുൻപോട്ട് വയ്ക്കുന്നു. ആ മുൻപോട്ട് വയ്ക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ എത്തിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം. ഈ ദൗത്യം നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന വരുമാന സാധ്യതയാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ നോക്കൂ, ഇന്ന് മറ്റേതൊരു കമ്പനിക്കും ചലഞ്ച് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനാണ് നമുക്കുള്ളത്. കാരണം വ്യത്യസ്ത തരത്തിലാണ് നമ്മളുടെ ഇൻകം വരുന്നത്. എന്നുവെച്ചാൽ 10 തരത്തിലാണ് നമ്മളിലേക്ക് വരുമാനം എത്തിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൽ തന്നെ 5 ക്ലബ്ബുകളിലായിട്ടാണ് നമുക്ക് വരുമാനം. 3 ടൈപ്സ് ഓഫ് വരുമാനമുണ്ട്: ടീം ബോണസ്, സ്റ്റാർട്ടപ്പ് ബോണസ്, ITB. ഇതിൽ ടീം ബോണസും സ്റ്റാർട്ടപ്പ് ബോണസും തന്നെ ഈ 3 കാറ്റഗറിയിൽ നിന്നും 5 ക്ലബിലായിട്ട് നമുക്ക് വരുമാനമുണ്ട്. നമുക്ക് നോക്കാം, ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ വരുമാനം നമുക്ക് ലഭിക്കുക എന്നുള്ളത്. നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്, നമ്മുടെ 5 ക്ലബിൽ ആദ്യത്തെ ക്ലബ്ബാണ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്. ഈ സ്റ്റാർട്ടപ്പ് ക്ലബിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നതോടുകൂടി, ഒരു വ്യക്തി കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തയ്യാറായി, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം ആഗ്രഹിച്ചുകൊണ്ട് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറാൻ തയ്യാറുള്ളവർ കടന്നു വരുന്നതോടുകൂടി അദ്ദേഹം ഈ കമ്പനിയുടെ, ഈ ബിസിനസിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്തയുണ്ടാവും, ഇത്തരം ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എത്ര രൂപ, എത്ര ആയിരങ്ങൾ, അല്ലെങ്കിൽ എത്ര പതിനായിരങ്ങൾ, എത്ര ലക്ഷങ്ങൾ നമുക്ക് ചെലവ് വരും എന്നും. ഇവിടെയാണ് ഇതിന്റെ ഏറ്റവും കാതലായ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗം ഇരിക്കുന്നത്. ഡിഫറൻസ്, നമുക്കിവിടെ 1 രൂപ പോലും ചെലവില്ല. ഒരു സിംഗിൾ പെനി പോലും നമുക്കിവിടെ ചെലവില്ല. അപ്പൊ 1 രൂപ പോലും മുടക്കാതെ ഒരു മഹത്തായ ബിസിനസിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ബിസിനസ്സിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് നോക്കുക. ഞാൻ എന്നിലേക്ക് നോക്കുക, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക, അച്ഛനിലേക്ക് നോക്കുക, അമ്മയിലേക്ക് നോക്കുക, ഭാര്യയിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഭർത്താവിലേക്ക് നോക്കുക, മക്കളിലേക്ക് നോക്കുക. നമ്മുടെ കുടുംബത്തിൽ എന്താണ് ഒരു ആരോഗ്യ പ്രശ്നമുള്ളത്? ആർക്കെങ്കിലും ഷുഗർ ഉണ്ടോ? ആർക്കെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടോ? തൈറോയിഡ് ഉണ്ടോ? അല്ലെങ്കിൽ PCODയുടെ പ്രോബ്ലം ഉണ്ടോ? അല്ലെങ്കിൽ പുരുഷ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവറിന്റെ പ്രോബ്ലം ഉണ്ടോ? ലിവർ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ? എന്താണ് നമ്മുടെ കുടുംബത്തിൽ? അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം വാങ്ങുക. ദാറ്റ്സ് ഓൾ. ലക്ഷങ്ങളോ കോടികളോ ഒന്നും മുടക്കില്ല, ഒരു ഉൽപ്പന്നം. അതും സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 999 രൂപയ്ക്ക്. 999, 1000 രൂപയ്ക്ക് 1 രൂപ കുറവ്. നോക്കുമ്പോൾ 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 999 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം നമ്മളുടെ കുടുംബത്തിലേക്ക് വാങ്ങുന്നതോടുകൂടി നമ്മൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ വൈകുന്നേരം നമ്മുടെ കുട്ടികളെയും കൂട്ടി ഹോട്ടലിൽ പോയി ഒരു ചായ കൂടി, മീൻസ് ഫുഡ് കഴിച്ചാൽ 1000 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. അപ്പൊ ഒരു നേരത്തെ ഫുഡ് കഴിക്കുന്ന പണം പോലും ഇത്രയും വലിയൊരു ബിസിനസ്സിലേക്ക് നമുക്ക് മുടക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ്.
ഇനി നമ്മൾ മുടക്കുകയാണോ? അല്ല, നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുകയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം വാങ്ങുകയാണ്. ഇനി ഉൽപ്പന്നം നമ്മൾ പണം കൊടുത്ത് ഉൽപ്പന്നം വാങ്ങി. ഇത് കൂടാതെ നമ്മൾ മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ₹1 പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു ബിസിനസ്. ഇനി നമുക്ക് എന്ത് കിട്ടും? ₹1 പോലും ഇൻവെസ്റ്റ് ഇല്ലാതെ നമുക്ക് എന്ത് കിട്ടും? ₹1 പോലും മുടക്കാത്ത ഒരു ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പറ്റിയാൽ 100 കിട്ടിയാലും 500 കിട്ടിയാലും 1000 കിട്ടിയാലും നമുക്ക് ലാഭമാണ്. നോക്കൂ, സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ ഒരു വ്യക്തി കടന്നു വരുന്നതോടുകൂടി, ദാറ്റ് മീൻസ് അവരുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഉൽപ്പന്നം എടുത്ത് കടന്നു വരുന്നതോടുകൂടി അദ്ദേഹം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറുന്നു. ഇനി അദ്ദേഹം ചെയ്തത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ മഹത്തായ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ ജോലി കളയേണ്ട, നമ്മുടെ സമയം കളയേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ, ഇൻവൈറ്റ് ചെയ്ത വ്യക്തിത്വങ്ങളുണ്ട്. അവരെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം. കയ്യിലൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ആ ആൻഡ്രോയിഡ് ഫോൺ വഴി നമ്മുടെ പ്രോഗ്രാമിന്റെ ലിങ്കും മറ്റു കാര്യങ്ങളും അയച്ചു കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ അവർ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ സീനിയേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ആരും ആയിക്കോട്ടെ, അവരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ അവർ ഇതിന്റെ കാര്യങ്ങൾ അവരോട് സംസാരിക്കും. അങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തുന്ന, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ആ വീട്ടിൽ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ, നമുക്കറിയാം അല്ലേ, ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടെത്താനാവില്ല. നിങ്ങൾ നിങ്ങളുടെ താലൂക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അയലക്കത്തേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ തൈറോയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബം പോലും ഇന്ന് നമുക്കിവിടെ കണ്ടെത്താനാവില്ല. ഇന്ന് നമുക്ക് ഇവിടെ കണ്ടെത്താനാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ലോകത്ത് ഒരിടത്തും കണ്ടെത്താനാവില്ല എന്നുള്ളതാണ്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രമേ ഈ പ്രശ്നങ്ങളില്ലാത്തൊരു ഫാമിലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നോക്കൂ, അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ സാധ്യത 99.9% ആണ്. 99.9% കുടുംബങ്ങളിലേക്കും ഫാമിലികളിലേക്കും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തി, സപ്പോസ് എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഉൽപ്പന്നം വാങ്ങുന്നു. നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു ഉൽപ്പന്നം വാങ്ങുന്നു. നോക്കൂ, അദ്ദേഹം ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള കാരണത്താൽ ₹50 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. ₹1 പോലും മുടക്കേണ്ടാത്തൊരു ബിസിനസ്സാണ്. ₹50 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അവിടെ കൊണ്ട് നിൽക്കരുത്. കാരണം എന്താണ്? നമുക്ക് മോർ മണി, നമുക്ക് കൂടുതൽ പണത്തിന്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു, മുൻപോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് നിരവധി ആവശ്യങ്ങളുണ്ട്. അതിനൊക്കെ സാമ്പത്തികം അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ബി എന്ന് പറയുന്ന ഒരാളെ കൂടി പരിചയപ്പെടുത്തുക. 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ബി എന്ന ഒരാളെ അവിടെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ വീണ്ടും നമുക്കൊരു ₹50 കിട്ടുന്നുണ്ട്. 50, 100 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ ചെറിയ എമൗണ്ടാണ്. നോ പ്രോബ്ലം. നോക്കൂ, പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കും. കാരണം ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ മുൻപോട്ട് പോകുന്ന ബിസിനസ് സമ്പ്രദായമായതുകൊണ്ട് തന്നെ ഇവിടെ പെയർ മാച്ചിങ്ങിന് നമുക്ക് മറ്റൊരു വരുമാനമുണ്ട്. പെയർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ്, റൈറ്റ് എന്ന് പറയുന്ന 2 സൈഡുകൾ ഉണ്ടാവും. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ റൈറ്റ് സൈഡിൽ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റിൽ ഒരു ബിസിനസ്, റൈറ്റിൽ ഒരു ബിസിനസ് വന്നു കഴിയുമ്പോൾ ഒരു പെയർ മാച്ച് ചെയ്തതായിട്ട് കമ്പനി അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പെയർ മാച്ചിങ്ങിന് ₹200 നമുക്ക് വേറെ തരും. ടീം ബോണസ് ആയിട്ട് ₹200 തരും. ഇവിടെ ആദ്യം നമ്മൾ എയും ബിയെയും പരിചയപ്പെടുത്തുമ്പോൾ മാത്രം ഒരു കാര്യമുണ്ട്. കാരണം കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്ന ഈ ആശയത്തെ ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്. കമ്പനിയുടെ വിഷൻ ലോകം മുഴുവൻ എത്തിക്കുക എന്ന് പറയുന്നത് നമ്മളിലൂടെയാണ്. അപ്പൊ നമ്മൾ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് അവിടെ കൊണ്ട് നിൽക്കാനല്ല, മറിച്ച് അത് മുൻപോട്ട് പോകുവാനാണ് കമ്പനി ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളെ വിശ്വസിച്ച് വന്ന ഈ 2 പേരെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് അവരെ കൂടി ഒന്ന് സഹായിച്ചുകൊണ്ട് വേണം ഇത് മുൻപോട്ട് പോകാനായിട്ട്. അപ്പോ ആദ്യത്തെ ഒരു പെയറിൽ മാത്രം എയോ ബിയെയോ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക. ഒരു വ്യക്തിയെ കൊണ്ടുവരാനായിട്ട്, ഒരു വ്യക്തിയെ ഈ പ്രൊഡക്റ്റിന്റെ ആശയം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാനായിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക. അത് സി ആകാം, ഡി ആകാം, ഇ ആകാം, എഫ് ആകാം, ആരുമാകാം, നോ പ്രോബ്ലം. ഏതെങ്കിലും ഒരു വ്യക്തി വരുമ്പോൾ മാത്രമാണ് നമുക്ക് ₹200 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അതായത് ടീം ബോണസ് ആയിട്ട് ഞാൻ പറഞ്ഞ ₹200 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അത് ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഫസ്റ്റ് ടൈം മാത്രം. 1:2 അല്ലെങ്കിൽ 2:1. ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം. അത് നമ്മൾ നമ്മുടെ കൂടുതൽ നമ്മളെ വിശ്വസിച്ച് വന്നവരെ, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തവരെ നമ്മൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദാറ്റ്സ് ഓൾ. പിന്നീടെല്ലാം 1:1 ആണ്. മൂന്നാമതൊരാളുടെ ആവശ്യം നമുക്കില്ല.
അപ്പൊ നമുക്ക് പിന്നീട് ഇപ്പോ എ എന്ന് പറയുന്ന വ്യക്തി രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന വ്യക്തി രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ 4 ബിസിനസ് വരുന്നു, 2 പെയർ വരുന്നു. 4 ബിസിനസ് വരുമ്പോൾ 2 ജോഡിയാണല്ലോ. ഈ 2 ജോഡിക്ക് ഒരു ജോഡിക്ക് 200 രൂപ വെച്ചിട്ട് നമുക്ക് അവിടെ 400 രൂപയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മളല്ല, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തവർ, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തവർ, അങ്ങനെ നമ്മൾ പെടുത്തിയത് വഴി ഈ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക്, ഏതെല്ലാം കോണുകളിലേക്ക് ഈ ബിസിനസ് എത്തുന്നുവോ അവിടെയെല്ലാം നടക്കുന്ന ബിസിനസ്സിന് 1:1 ഈസ് ഈക്വൽ ടു 200 എന്നുള്ള രീതിയിൽ നമുക്ക് വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. കൂടി ഒരാഴ്ചയിൽ 2 പ്രാവശ്യമാണ് നമ്മുടെ മണി ഡിസ്ബേഴ്സ്മെന്റ് ചെയ്യുന്നത്. എല്ലാ ബുധനാഴ്ചയും എല്ലാ ശനിയാഴ്ചയും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ടാകും. അത് ഇപ്പോ ലെഫ്റ്റിൽ 5 ബിസിനസ്സും റൈറ്റിൽ 5 ബിസിനസ്സും ആണെങ്കിൽ 5 പേർ ഇൻറ്റു 200 സമം 1000 രൂപയാണ്. അത് 10 പേരാണെങ്കിൽ 2000 രൂപയാണ്. ഇനി ഇതിന് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്നറിയാവോ? ഇത് മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന പൈസ അല്ല കേട്ടോ. ഈ പണം എന്ന് പറയുന്നത് ഡെയിലിയാണ്. ഒരു ദിവസം, ഓരോ ദിവസവും നമ്മുടെ ടീമിൽ എത്ര ബിസിനസ് ലെഫ്റ്റിൽ നടക്കുന്നു, എത്ര ബിസിനസ് റൈറ്റിൽ നടക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അങ്ങനെ നമുക്ക് എത്ര വരെ കിട്ടാം? എന്തിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. നോക്കൂ, സ്റ്റാർട്ടപ്പ് ക്ലബിലെ ലിമിറ്റ് എന്ന് പറയുന്നത് 25 പേരാണ്. 25 പേർ എന്ന് പറയുന്നത് ഇൻറ്റു 200 സമം 5000 രൂപ. അതായത് നമ്മൾ 1 രൂപ പോലും മുടക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം വാങ്ങി നമ്മൾ ഈ കമ്പനിയുടെ, നമ്മുടെ ഈ ബിസിനസിന്റെ ഒരു ഭാഗമാകുന്നു. നമ്മൾക്ക് പരിചയമുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരിലേക്ക് ആർക്കെങ്കിലും ഒക്കെ നമ്മൾ ഈ ആശയം ഒന്ന് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവർ ഒരു ഉൽപ്പന്നം വാങ്ങുന്നതോട് നമുക്ക് 50 രൂപ കിട്ടുന്നു. രണ്ടാമതൊരു വ്യക്തിയെ വരുന്നതോടുകൂടി നമുക്ക് 100 രൂപ, 50 + 50 100 രൂപ കിട്ടുന്നു. കൂടാതെ അവർ ലെഫ്റ്റും റൈറ്റുമായിട്ട് വരുമ്പോൾ നമുക്ക് പെയർ മാച്ചിങ്ങിന് 200 രൂപ കിട്ടുന്നു. ഇതേ ആശയം അവർക്കും മറ്റുള്ളവരിലേക്ക്, അവരുടെ പരിചയക്കാരിലേക്ക് എത്തിക്കുന്നതിലൂടെ നമ്മളുടെ വരുമാന സാധ്യത കൂടുന്നു. അങ്ങനെ ഓരോ പെയർ മാച്ചിങ്ങിനും 200 രൂപ വീതം, 25 പെയറിന് 5000 രൂപ വരെ ഒരു ദിവസം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആശയം, ഒരു ക്ലബ്ബാണ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. നമ്മുടെ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ഒരു ആരംഭമാണ്. ആ ആരംഭത്തിലെ ഫസ്റ്റ് ക്ലബിൽ തന്നെ നമുക്ക് ഒരു ദിവസം 5000 രൂപ, ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് 5 ക്ലബ്ബുകളാണുള്ളത്. 5 ക്ലബ്ബുകൾ നമുക്ക് നോക്കാം. ഇത് ഈ 5000 രൂപയിൽ നമ്മുടെ വരുമാന സാധ്യത അവസാനിക്കുകയല്ല, മറിച്ച് 5 ക്ലബ്ബുകൾ, സ്റ്റാർട്ടപ്പ്, പ്രീമിയം, മില്യൺ, ബില്യൺ, ട്രില്യൺ, ഇങ്ങനെ 5 ക്ലബ്ബുകളാണ് നമുക്ക്. നോക്കൂ, ഈ 5 ക്ലബ്ബുകളിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി, പൈസ മുടക്കി പ്രൊഡക്റ്റ് വാങ്ങണോ? വേണ്ട. ആകപ്പാടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ളതാണ് ആകപ്പാടെ ചെയ്യേണ്ടത്. ബാക്കി ക്ലബ്ബുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അത് ടോപ്പ് അപ്പ് വാലറ്റ് വഴി ആക്ടിവേഷൻ ചെയ്ത് അവിടെ നിന്നുള്ള വരുമാനം കൂടി നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ ഞാൻ പറഞ്ഞു ഒരു പെയറിന് 200 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പെയറിനും 200 രൂപ കിട്ടും. മൂന്നാമത്തെ പെയറിനും 200 രൂപ, അങ്ങനെ ഓരോ പെയറിനും 200 രൂപ വീതം കിട്ടും. ഇതിൽ എവരി തേർഡ് പെയർ, 1, 2, 3, മൂന്നാമത്തെ പെയറിന്റെ ഇൻകം, വരുമാനം 200 രൂപ നമുക്ക് തരില്ല, നമ്മുടെ അക്കൗണ്ടിലേക്ക് തരില്ല, മറിച്ച് അത് കട്ട് ചെയ്തിട്ട് അടുത്ത ക്ലബിലേക്ക് ടോപ്പപ്പിന് വേണ്ടി മാറ്റിവെക്കും. നോക്കൂ, സ്റ്റാർട്ടപ്പിൽ നിന്നും മൂന്നാമത്തെ പെയറിന്റെ ഇൻകം പ്രീമിയത്തിലേക്ക് മാറ്റി, ആറാമത്തെ പെയറിന്റെ ഇൻകം പ്രീമിയത്തിലേക്ക്, 9 പ്രീമിയം, അങ്ങനെ 3ന്റെ ഗുണിതങ്ങൾ 9, 12, 15, 18, then 21, 24, അതങ്ങനെ രീതിയിൽ ഓരോ ക്ലബ്ബുകളിലേക്കും ഇതിന്റെ ഫണ്ട്, മൂന്നാമത്തെ പെയറിന്റെ ഫണ്ട് മാത്രം അതിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സെക്കൻഡ് ക്ലബ്ബും, തേർഡ് ക്ലബ്ബും, ഫോർത്ത് ക്ലബ്ബും, ഫിഫ്ത്ത് ക്ലബ്ബും ഒക്കെ ആക്ടിവേഷൻ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താ? നമുക്ക് എന്തെങ്കിലും പറയണം, നമ്മുടെ പൈസ പിടിച്ചിട്ടല്ലേ ആ ക്ലബ്ബുകൾ ആക്ടിവേഷൻ ചെയ്യുന്നത്. നോക്കൂ, അതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, പ്രീമിയം ക്ലബ്ബിലേക്ക്, നമ്മുടെ രണ്ടാമത്തെ ക്ലബ്ബ്, നമ്മുടെ പ്രീമിയം ക്ലബ്ബിൽ നമ്മൾ ആക്ടിവേഷനായി, നമ്മൾ പരിചയപ്പെടുത്തിയ, നമ്മൾ ഇൻട്രൊഡ്യൂസ് എ എന്ന് പറയുന്ന വ്യക്തിയും ആക്ടിവേഷനായി എന്ന് വിചാരിക്കുക. നമുക്കറിയാം, എ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ സ്റ്റാർട്ടപ്പിൽ കൊണ്ടുവന്നാൽ നമുക്ക് 50 രൂപയാണ് കിട്ടിയത്. നോക്കൂ, ഇതേ വ്യക്തി തന്നെ പ്രീമിയത്തിൽ ആക്ടിവേഷൻ ആകുമ്പോൾ നമുക്ക് അത് 500 രൂപ വീണ്ടും കിട്ടും. എന്നാലോചിക്കൂ, പുതിയ ബിസിനസ് നമ്മൾ ചെയ്യുന്നില്ല, പുതിയ ആളുകളിലേക്ക് നമ്മൾ ബിസിനസ് പറയുന്നില്ല, കൊടുക്കുന്നില്ല, ഒന്നുമില്ല. സ്റ്റാർട്ടപ്പിൽ നമ്മൾ പരിചയപ്പെടുത്തിയ അതേ വ്യക്തി തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട്, മീൻസ് ടോപ്പ് അപ്പ് വാലറ്റ് വഴി പ്രീമിയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അദ്ദേഹം വന്നതിന്റെ പേരിൽ, പ്രീമിയത്തിലേക്ക് വന്നതിന്റെ പേരിൽ വീണ്ടും 500 രൂപ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. സെയിം സ്റ്റാർട്ടപ്പിൽ കണ്ട അതേ ബൈനറി ഇൻകം നമുക്ക് ഇവിടെയും ഉണ്ട്. അവിടെ നമുക്ക് ഒരു പെയറിന് 200 കിട്ടിയത്, അല്ലേ? അവിടെ നമുക്ക് ഒരു പെയറിന് 200 കിട്ടിയെങ്കിൽ നോക്കൂ, ഇവിടെ ഒരു പെയറിന് 2000 രൂപ നമുക്ക് കിട്ടും.
അപ്പൊ എന്തിനാണ് അവിടുന്ന് കട്ട് ചെയ്ത് നമ്മളുടെ സെക്കൻഡ് പ്ലാൻ ആക്ടിവേഷൻ ചെയ്തതെന്ന് മനസ്സിലായോ? അപ്പൊ അവിടുന്ന് കട്ട് ചെയ്ത് സെക്കൻഡ് പ്ലാൻ ആക്ടിവേഷൻ ചെയ്തപ്പോൾ നമ്മളുടെ പൈസ എടുത്ത് നമുക്ക് കിട്ടേണ്ട വരുമാനം എടുത്ത് ഇവിടെ ആക്ടിവേഷൻ ചെയ്തപ്പോൾ ഇവിടെ 10 ഇരട്ടി വരുമാനം നമുക്ക് കിട്ടും. അപ്പം ഇതിനു വേണ്ടി നമ്മൾ പുതിയ ബിസിനസ് എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. നമ്മൾ സ്റ്റാർട്ടപ്പിൽ മാത്രം ബിസിനസ് ചെയ്താൽ മതി. അവിടെ നിന്ന് ഓട്ടോ ആക്ടിവേഷനായി ഓരോ മെമ്പേഴ്സും പ്രീമിയത്തിലേക്ക് വരുന്നതിനനുസരിച്ച് ഇവിടെ ഒരു പെയറിന് 2000 വീതം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് 2 പേരാണെങ്കിൽ 4000, 5 പേരാണെങ്കിൽ 10000. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. 10 പേരാണ് സീലിംഗ്. നമ്മൾ അവിടെ കണ്ട 25 പേർ 5000 രൂപ സീലിംഗ് ആണെങ്കിൽ ഇവിടെ 10 പേരാണ് സീലിംഗ്. സീലിംഗ് ലിമിറ്റ് 20000 രൂപ പെർ ഡേ. ഒരു ദിവസം 20000 രൂപ നമുക്ക് സെക്കൻഡ് ക്ലബിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. വെറും 999 രൂപയുടെ ഒരു ഉൽപ്പന്നം വാങ്ങി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മിച്ചം കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ ആശയം ഷെയർ ചെയ്യുന്നതിലൂടെ ആദ്യത്തെ ക്ലബിൽ നിന്നും ഡെയിലി 5000 രൂപ, രണ്ടാമത്തെ ക്ലബിൽ നിന്നും ഡെയിലി 20000 രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന 2 ക്ലബ്ബുകൾ. നോക്കൂ, ഇനി മൂന്നാമത്തെ ക്ലബിലേക്ക് കിടക്കുമ്പോൾ, മില്യൺ ക്ലബിലേക്ക് കിടക്കുമ്പോൾ, ഈ അതേ എ എന്ന് പറയുന്ന വ്യക്തി മില്യൺ ക്ലബിലേക്ക് കടന്നു വരുമ്പോൾ, ആക്ടിവേഷനായി കടന്നു വരുമ്പോൾ 50 അവിടെ കിട്ടിയെങ്കിൽ രണ്ടാമത്തേൽ 500 കിട്ടിയെങ്കിൽ മില്യൺ ക്ലബിൽ നമുക്ക് ലഭിക്കുന്നത് 5000 രൂപയാണ്. ജസ്റ്റ് ആ വ്യക്തി ഇവിടെ കടന്നു വന്നാൽ മതി, പേരും ഒന്നും വേണ്ട, കടന്നു വരുമ്പോൾ തന്നെ 5000 രൂപ നമുക്ക് വരുമാനം ലഭിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പേരിംഗ് എത്രയായിരിക്കും? ഇവിടെയും പേരിംഗ് ഉണ്ട്. പേരിംഗ് എത്രയായിരിക്കും? നോക്കൂ, ഇവിടെയും സെയിം സിസ്റ്റം. നമ്മൾ ആദ്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞ സെയിം സിസ്റ്റം തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു പേരിന് നമുക്ക് 20000 രൂപയാണ് ലഭിക്കുക. നോക്കൂ, ആദ്യത്തെ സ്റ്റാർട്ടപ്പിൽ നമുക്ക് 200 കിട്ടി, പ്രീമിയത്തിൽ നമുക്ക് 2000 കിട്ടി. അത് മില്യണിലേക്ക് വരുമ്പോൾ 20000 രൂപയാണ് ഒരു പെയറിന് ലഭിക്കുക. 10 പെയറാണ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ലഭിക്കുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ജസ്റ്റ് ഇമാജിൻ. ആദ്യത്തെ പ്ലാനിൽ നിന്ന് 5000, രണ്ടാമത്തെ പ്ലാനിൽ നിന്നും 20000, മൂന്നാമത്തെ പ്ലാനിൽ നിന്നും 2 ലക്ഷം രൂപ. ഒരു ദിവസം 2,45,000 രൂപയോളം എമൗണ്ട് ഈ 3 ക്ലബ്ബുകളിൽ നിന്ന് മാത്രമായിട്ട് ഒരു ദിവസം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, ഏൺ ചെയ്യാൻ പറ്റുന്ന അനന്തമായ സാധ്യതയുള്ള, അതും ഏതൊരു വ്യക്തിക്കും ഉപകാരപ്രദമായ, അവരുടെ കുടുംബത്തിൽ ആവശ്യമുള്ള, അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊണ്ട് അവരെ നന്മയിലേക്ക് നയിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര മനോഹരമായ ഒരു ആശയമാണെന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഇനി 2 ക്ലബ്ബുകൾ കിടക്കണം. ബില്യൺ ക്ലബ്ബും ട്രില്യൺ ക്ലബ്ബും കിടക്കുകയാണ്. ഇതേ വ്യക്തി എ എന്ന് പറയുന്നത് ബില്യൺ ക്ലബിലേക്ക് വരുമ്പോൾ 50000 രൂപയാണ് നമുക്ക് ലഭിക്കുക സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട്. 50 കിട്ടി, 500 കിട്ടി, 5000 കിട്ടി, then 50000 രൂപയാണ് സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് ലഭിക്കുക. ഇവിടെ പെയർ ഇൻകം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. സീലിംഗ് എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ്. ഒരു ക്ലബ്ബ് കൂടി നമുക്കുണ്ട്, ട്രില്യൺ ക്ലബ്ബ്. അവിടെ ഇതേ വ്യക്തി കടന്നു വരുമ്പോൾ 5 ലക്ഷം രൂപയാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് ലഭിക്കുക. പെയർ മാച്ചിങ്ങിന് പെയർ ഇൻകം എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. 5 പെയറാണ് സീലിംഗ്, 1 കോടി രൂപയാണ് സീലിംഗ്. ഇതെല്ലാം ഡെയിലി ആണ് കേട്ടോ. ഇതെല്ലാം ദിവസവും നടക്കുന്ന പ്ലാനാണ്. പക്ഷെ നമുക്ക് ഈ 4-ാമത്തെയും 5-ാമത്തെയും പ്ലാൻ ഒന്ന് സൈലന്റ് ആക്കി വെക്കാം. കാരണം അതിലേക്കൊക്കെ എത്തണമെങ്കിൽ ചിലപ്പോൾ 1 വർഷമോ 1.5 വർഷമോ 2 വർഷമോ ഒക്കെ എത്തും. കാരണം അവിടെ നിന്ന് ആക്ടിവേഷനായി അടുത്ത പ്ലാനിലേക്ക് വന്ന് ഡെവലപ്പായി വേണം ഇവിടേക്ക് എത്താനായിട്ട്. അത് ചിലപ്പോൾ 1, 1.5, 2 വർഷമൊക്കെ എടുത്തേക്കാം. ഇനി ആ 2 പ്ലാൻ മറന്നു വെച്ചാൽ പോലും ആദ്യത്തെ 3 പ്ലാൻ മാത്രം ഒന്ന് നോക്കി. ജസ്റ്റ് ആ 3 പ്ലാൻ മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞല്ലോ, 2 ലക്ഷം, 20000, ദെൻ 5000, 2,20,000 രൂപ. 2,25,000 രൂപ പെർ ഡേ. ഒരു ദിവസം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ്. ആ 3 പ്ലാനിൽ നിന്ന് മാത്രമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി മറ്റൊന്ന്, നമുക്ക് ഈ എവരി തേർഡ് പെയർ കട്ടിങ് വരും ഞാൻ പറഞ്ഞു. ഈ കട്ടിങ് ജീവിതകാലം മുഴുവൻ ഉണ്ടോ? ഇല്ല. ഈ 5 ക്ലബ്ബുകൾ ഫുൾഫിൽ ആകുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഈ 5 ക്ലബ്ബുകൾ ഫുൾഫിൽ ആയി, 5 ക്ലബ്ബും നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഈ തേർഡ് പെയർ കട്ടിങ് അവിടെ സ്റ്റോപ്പ് ആവും. ആ എമൗണ്ട് കൂടി നമുക്ക് തരും. കാരണം പിന്നെ കട്ടിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ 5 ക്ലബ്ബുകളും ഫില്ലായി കഴിഞ്ഞാൽ ഈ എവരി തേർഡ് പെയറിലെ കട്ടിങ്ങിന്റെ എമൗണ്ട് കട്ട് ചെയ്യാതെ നമുക്ക് നമ്മളിലേക്ക് തരുന്നുണ്ടാവും. സോ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയാണ് എങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ, ടൈം ലിവറേജ് കിട്ടുന്ന മനോഹരമായ ആശയമാണ്, മനോഹരമായ ബിസിനസ്സാണ് ഓക്സിനോ മുൻപോട്ട് വയ്ക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ITB, ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്, ഇതൊരു അഡീഷണൽ ഇൻകം ആണ്. കാരണം നമുക്കറിയാം, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും ഏതൊരു വ്യവസായ സ്ഥാപനത്തിലും പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഗ്രേഡുകൾ, തസ്തികകൾ ഉണ്ടാകും, റിവാർഡുകൾ ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ. സോ ഇവിടെയും പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് 15 റാങ്കുകൾ കമ്പനി വെച്ചിട്ടുണ്ട്. ഓക്സി റൈസർ മുതൽ ഓക്സി എംബറർ വരെയുള്ള 15 റാങ്കുകൾ കമ്പനി വെച്ചിട്ടുണ്ട്.
ഈ ഓരോ റാങ്കുകൾ നമ്മൾ കവർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എത്രയാണോ ഏൺ ചെയ്ത പൈസ, ആ ഏൺ ചെയ്തതിന്റെ പകുതി നമുക്ക് ITB ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് ആയിട്ട് കമ്പനി തരുന്നുണ്ട്. ഇത് മന്ത്ലിയാണ് നമുക്ക് തരുന്നത്. മാസം നമുക്കൊരു സാലറി പോലെ, ഒരു വരുമാനം പോലെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു വരുമാനമാണ് ITB എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ പൊസിഷൻ ഓക്സി റൈസർ ആകാൻ വേണ്ടി വെറും 10,000 രൂപ വരുമാനം വാങ്ങിയാൽ മതി. അത് സ്റ്റാർട്ടപ്പ് ക്ലബിലൂടെ ആകാം, പ്രീമിയം ക്ലബിലൂടെ ആകാം, ഏത് ക്ലബിലാണെങ്കിലും മൊത്തം ആകെപ്പാടെ 10,000 രൂപ നമ്മൾ വരുമാനം വാങ്ങുമ്പോൾ അതിന് പകുതി 5,000 രൂപ നമുക്ക് ITB ആയിട്ട് കമ്പനി മാറ്റിവെക്കുന്നുണ്ടാവും. ഈ മാറ്റിവെക്കുന്ന പൈസ ഓരോ മാസവും നടക്കുന്ന ബിസിനസ്സിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് തരുന്നുണ്ടാവും. ചിലപ്പോൾ 4-5 മാസം കൊണ്ടായിരിക്കും നമുക്ക് ലഭിക്കുക, ചിലപ്പോൾ 1 മാസം കൊണ്ട്. മീൻസ് കമ്പനിയിൽ നടക്കുന്ന ബിസിനസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 5 രൂപ വെച്ച് മാറ്റിവെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് തരുന്നത്. ഇനി അത് കഴിഞ്ഞ അടുത്ത പൊസിഷൻ റൈഡറിലേക്ക് വരുമ്പോൾ 20,000 രൂപ ടോട്ടൽ ഇൻകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ITB 10,000 രൂപയിലേക്ക് എത്തും. റേഞ്ചറിലേക്ക് വരുമ്പോൾ 50,000 രൂപ ടോട്ടൽ ഇൻകം വരുമ്പോൾ 25,000 രൂപയിലേക്ക് നമ്മുടെ ITB എത്തും. അങ്ങനെ 15ാമത്തെ പൊസിഷൻ ഓക്സി എംപറർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ എത്തുമ്പോൾ ഈ 5 ക്ലബ്ബുകളിൽ നിന്നായിട്ടുള്ള നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 200 കോടിയായിരിക്കും. ആ സമയത്ത് നമ്മുടെ ITB എന്ന് പറയുന്നത് 100 കോടിയായിരിക്കും. അതിന്റെ പകുതി 100 കോടിയായിരിക്കും ITB എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുക ഇത്രയും സാധ്യതയൊക്കെ ഇതിനുണ്ടോ? ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? ഇത്രയും വരുമാനം ഒന്നും മുടക്കാതെ, ഒരു കാര്യവും ചെയ്യാതെ നോക്കൂ, അത്രയ്ക്ക് സാധ്യതയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കും ഈ ബിസിനസ് പ്ലാനിനും ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ലോകത്തുള്ളത്. അത്രയ്ക്ക് സാധ്യതയാണ്. കാരണം ഈ ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ എത്തണം. നമ്മുടെ വിഷൻ അതാണ്, ലോകം മുഴുവൻ എത്തണം. ഇനി ഇതിന്റെ മനോഹരമായ മറ്റൊരു ബ്യൂട്ടി കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു പാൻ കാർഡിൽ ഒറ്റ രജിസ്ട്രേഷനെ പറ്റുള്ളൂ. നമുക്ക് ഒരു പാൻ കാർഡിൽ ഒറ്റ രജിസ്ട്രേഷനെ പറ്റുള്ളൂ. പക്ഷെ കമ്പനി അലോ ചെയ്യുന്ന, നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്ന, നമുക്ക് വേണ്ടി അലോ ചെയ്യുന്ന ഒറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു പാൻ കാർഡിൽ ഒരു രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ 2 രജിസ്ട്രേഷൻ നമുക്ക് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കമ്പനി തരുന്നുണ്ട്. 2 രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ടാണ് തരുന്നത്. അപ്പൊ 2 രജിസ്ട്രേഷൻ നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ ടോട്ടൽ നമുക്ക് 3 രജിസ്ട്രേഷനായി, 3 ലൈസൻസായി. എന്താ ഗുണം, എന്താ വ്യത്യാസം? നമ്മൾ ഇത്രയും പറഞ്ഞത് മുഴുവൻ എന്താണ്? ഒരു ദിവസം 5,000, ഒരു ദിവസം 20,000, ഒരു ദിവസം 2 ലക്ഷം, 3 ക്ലബ്ബ് വെച്ച് നമുക്ക് പറയാം. ഇതാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ? അത് ഞാൻ പറഞ്ഞ ഒരു ലൈസൻസിലാണ്, ഒരൊറ്റ രജിസ്ട്രേഷനാണ്. അപ്പൊ 2 രജിസ്ട്രേഷൻ കൂടി നമുക്ക് അഡീഷണൽ ലഭിക്കുമ്പോഴോ 3 ഇരട്ടി ആയില്ലേ ഇൻകം? അപ്പൊ 5,000 കിട്ടുന്നിടത്ത് 15,000 ആയി, 20,000 കിട്ടുന്നിടത്ത് 60,000 ആയി, 2 ലക്ഷം കിട്ടുന്നിടത്ത് 6 ലക്ഷമായി. 3 രജിസ്ട്രേഷൻ ആണെങ്കിൽ 3-ൽ കൂടുതൽ എടുക്കാനും പറ്റില്ല, 3-ൽ കൂടുതൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരു പാൻ കാർഡിൽ നമ്മൾ ഒറ്റ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ 2 രജിസ്ട്രേഷൻ അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. ആ 2 രജിസ്ട്രേഷൻ കൂടി നമ്മൾ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റിയാൽ, ആക്ടിവേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള 2 പ്രൊഡക്റ്റ് കൂടി വാങ്ങുക. ദാറ്റ്സ് ഓൾ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ നമുക്ക് ഒരു രജിസ്ട്രേഷൻ കിട്ടി, 2 രജിസ്ട്രേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ചേർന്ന് തന്നെ നമുക്ക് കിട്ടി. പക്ഷെ അത് ആക്ടിവേഷൻ അല്ല, മറിച്ച് അത് ആക്ടിവേഷൻ ആകുവാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള 2 പ്രൊഡക്റ്റ് കൂടി വാങ്ങുക. ആവശ്യം ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിലേക്ക്? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തൈറോയിഡും ഒക്കെ ഉണ്ടായി. ഇമ്മ്യൂണിറ്റി പവറും, സ്കൂളിൽ പോകുന്ന കുട്ടികളില്ലേ, അവർക്ക് പനി ഉണ്ടാകാൻ നമുക്ക് നോക്കണ്ടേ? അവരുടെ ഇമ്മ്യൂണിറ്റി പവർ നോക്കണ്ടേ? ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യണം. നമ്മുടെ കുടുംബത്തിന് ആരോഗ്യം സംരക്ഷിച്ചാൽ മതി. സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും സമാധാനവും ഓട്ടോമാറ്റിക്കായിട്ട് തനിയെ നമ്മളിലേക്ക് വരുന്ന മനോഹരമായ ഒരു സിസ്റ്റം. പൈസ മുടക്കാനല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. ആ സംരക്ഷിക്കുന്നതിലൂടെ നമ്മളിലേക്ക് അബണ്ടൻസ് വന്നു ചേരുന്ന മനോഹരമായ രാശി. അങ്ങനെ 3 ലൈസൻസ്, 3 രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മുൻപോട്ട് പോകുന്നുവെങ്കിൽ കൂട്ടുകാരെ, 3 ലക്ഷം രൂപ മീൻസ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഒരു മാസത്തെ ഇൻകമാണ് ഞാൻ പറയുന്നത്. അതായത് 15,000 × 30 എന്ന് പറയുമ്പോൾ 4 ലക്ഷമുണ്ട്. 3 തേർഡ് പേരിന്റെ കട്ടിങ് വരുമല്ലോ, അത് പോയാൽ പോലും 3 ലക്ഷം രൂപ മന്ത്ലി ഇൻകമാണ്. സെക്കൻഡ് പ്ലാനിൽ നിന്നും 12 ലക്ഷം രൂപയാണ്. തേർഡ് പ്ലാനിൽ നിന്നും 1.6 crores ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വീണ്ടും പറഞ്ഞു കൂട്ടുകാരെ, സാധാരണക്കാരായ നമുക്ക്, പണമുള്ളവർക്ക് ചെയ്യാൻ പല ബിസിനസ്സും ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അവർക്ക് പൈസ ഉണ്ടാക്കാനും മാർഗങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ എടുത്തു മുടക്കാനും എടുത്തു ചെയ്യുവാനും പണമില്ലാത്ത സാധാരണക്കാരായ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെ മുറുകെ പിടിക്കണമെങ്കിൽ, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ മുറുകെ പിടിക്കണമെങ്കിൽ, അത് നേടിയെടുക്കണമെങ്കിൽ ടൈം ലിവറേജും പാസീവ് ഇൻകവും കിട്ടുന്ന മനോഹരമായ ഒരു ബിസിനസ് പ്ലാനാണ് ഓക്സിനോ അവതരിപ്പിക്കുന്നത്. ദെൻ ഇത് കൂടാതെ റീപർച്ചേസ് അബണ്ടൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിന്റെ ബാക്ക് എൻഡിലുണ്ട്. റീപർച്ചേസ് കാരണം എന്താണെന്നോ, ഇതെന്താണെന്നറിയോ? ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ
വീണ്ടും വീണ്ടും റീയൂസ്, നമ്മൾ പറയാതെ തന്നെ അവർ വാങ്ങി ഉപയോഗിക്കുന്നതാണ്. കാരണം ഒരു വ്യക്തി ഒരു സൗണ്ടർ ഫ്ലോ വാങ്ങി, അദ്ദേഹം അത് ഉപയോഗിച്ചു, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ബ്ലോക്കിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അടുത്ത മാസം ഉറപ്പായിട്ട് വാങ്ങിയിരിക്കും. ഒരു ഡീമിക്സ് വാങ്ങി അദ്ദേഹത്തിന്റെ ഒരു മാസം കഴിഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ ലെവൽ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് അദ്ദേഹം അത് ഉറപ്പായിട്ട് വാങ്ങിയിരിക്കും. അത്രയ്ക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ റീപർച്ചേസ് വീണ്ടും 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 തലമുറകളോളം നടക്കാൻ സാധ്യതയുണ്ട്, നടക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ നടക്കുമ്പോൾ നമുക്കവിടെ വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ നടക്കുമ്പോൾ വരുമാനം കിട്ടുവാൻ വേണ്ടി അത് മാത്രമല്ല, മറിച്ച് നിരവധി കാര്യങ്ങൾ അവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഓൺ പ്രൊഡക്ട്സ് മാത്രമല്ല, മറിച്ച് അസോസിയേറ്റ് ഓൺലൈൻ പാർട്ണർ, ആമസോൺ അടക്കമുള്ള ഓൺലൈൻ പാർട്ട്നേഴ്സിനെ നമ്മൾ നമ്മുടെ ഓൺലൈൻ ഷോപ്പിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ബിസിനസ് മുഴുവൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ ഷോപ്പ് വഴിയാണ്. സ്മാർട്ട് ഇ ഷോപ്പ് പോലെ ഫ്ലിപ്കാർട്ട് ഒരു ഓൺലൈൻ ഷോപ്പ് വഴിയാണ്. സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പ് വഴിയാണ്. അങ്ങനെ ഒരു ഓൺലൈൻ ഷോപ്പ് വഴി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ നേരിട്ട് ആമസോണിൽ നിന്ന് കയറി വാങ്ങിയാൽ നമുക്കൊന്നും കിട്ടില്ല. മറിച്ച് ഓക്സി ആമസോണിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ റീപർച്ചേസ് അബണ്ടൻസ് വരുന്നുണ്ട്, റീപർച്ചേസ് ഇൻകം നമുക്ക് വരുന്നുണ്ട്. ചാനൽ പാർട്ട്നേഴ്സ് വഴി, ചാനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് മറ്റാരും കൈവയ്ക്കാത്തൊരു മേഖലയാണ്. നമ്മുടെ ഓൺലൈൻ ഷോപ്പിന്റെ ഭാഗമായിട്ട് നമ്മളുടെ സ്ഥലത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ പിൻകോഡിന് താഴെയുള്ള ഷോപ്പുകളെ നമുക്ക് ആഡ് ചെയ്യാം. അത് അരി ഉപ്പും മുളകും മേടിക്കുന്ന സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, കോഫി ഷോപ്പ് ആയിക്കോട്ടെ, ബേക്കറി, പെട്രോൾ പമ്പ്, ഈവൻ ഹെയർ കട്ടിംഗ് സലൂൺ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഷോപ്പിൽ പോയി നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള അരി ഉപ്പും മുളകും മേടിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു, ക്യാഷ് ബാക്ക് വരുന്നു. നമ്മൾ മുടി വെട്ടുമ്പോൾ, പെട്രോൾ അടിക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. കൂടാതെ നമ്മൾ കൊണ്ടുവന്ന എയും ബിയും ഒക്കെ ഉണ്ടല്ലോ, ആ എയും ബിയും വഴി താഴത്തേക്ക് പോയി സിയും ഡിയും ഇയും എഫ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ 50 പേരോ 500 പേരോ 5000 പേരോ 50 ലക്ഷം പേരോ എത്ര പേരും വന്നോട്ടെ, അവർ അവരുടെ നാട്ടിലുള്ള കടകളിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്നു. ഒരു RPക്ക് 1 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്നു. നോക്കൂ, നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ, ഈ ആശയത്തെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റിയാൽ, അവർ ജീവിച്ചിരുന്നാൽ നമുക്ക് പൈസയാണ്. അവർ ജീവിച്ചിരുന്നാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരും. കാരണം ജീവിച്ചിരിക്കണമെങ്കിൽ മറ്റൊന്നും ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ, വസ്ത്രം ധരിക്കണ്ടേ, മുടി വെട്ടണ്ടേ, മൊബൈൽ റീചാർജ് ചെയ്യണ്ടേ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു എന്നുള്ളതാണ് റീപർച്ചേസ് പ്ലാന്റെ പ്രത്യേകത. 5 തരത്തിലാണ് നമുക്ക് റീപർച്ചേസ് പ്ലാന്റെ ഇൻകം എന്ന് പറയുന്നത്. ഒന്ന്, പേഴ്സണൽ പർച്ചേസ്, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ, മീൻസ് നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് ആകാം, ആമസോണിൽ നിന്നാകാം, ചാനൽ പാർട്ട്നേഴ്സ് വഴി വീട്ടിലേക്കുള്ള അരി ഉപ്പും മുളകും ആകാം, എന്തും ആകാം. അല്ലെങ്കിൽ ഓക്സി പേ വഴി നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യുമ്പോഴാകാം, എന്തും ആകാം. എന്ത് ചെയ്താലും ആവറേജ് 10% നമുക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഒരു RPക്ക് 10 രൂപ വെച്ച് നമുക്ക് തന്നെ ക്യാഷ് ബാക്ക് വരുന്നു എന്നുള്ളതാണ് പേഴ്സണൽ പർച്ചേസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് 19 കംപ്രസ്ഡ് ലെയർ ഇൻകം ആണ്. നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ എയിലൂടെയും ബിയിലൂടെയും അല്ലെങ്കിൽ സിയിലൂടെയും ഡിയിലൂടെയും ഒക്കെ തൊടുത്തുവിട്ട ഈ അസ്ത്രം, അത് കേരളം കടന്ന് തമിഴ്നാടും കർണാടകവും മറ്റു പല സ്ഥലങ്ങളിലേക്കും പോയി, മറ്റു പല രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ എല്ലാമുള്ള അവരുടെ നാട്ടിലുള്ള ഷോപ്പുകളിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്താൽ മതി. നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ, ഷോപ്പുകളിൽ നിന്ന് അരി ഉപ്പും മുളകും മേടിക്കുമ്പോൾ, മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ, TV റീചാർജ് ചെയ്യുമ്പോൾ, മുടി വെട്ടുമ്പോൾ, ചായ കുടിക്കുമ്പോൾ, പെട്രോൾ അടിക്കുമ്പോൾ, ഒരു RPക്ക് 1 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ വരും. നമുക്ക് എത്ര മനോഹരമായ ആശയമാണ് നോക്കി. പാസീവ് ഇൻകം, നമ്മൾ പോലും അറിയാം, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ. നമ്മൾ സിനിമ കാണുമ്പോൾ, കാരണം മറ്റൊരു നാട്ടിലുള്ള വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തുള്ള ആളെ എപ്പോഴാണ് അരി മേടിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? എപ്പോഴാണ് മൊബൈൽ റീചാർജ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റുമോ? എപ്പോഴാണ് ഒരു ഡിമിക്സ് വാങ്ങുക നമുക്ക് പറയാൻ പറ്റുമോ? അവർ വാങ്ങുന്ന സമയത്ത് നമ്മളിതൊന്നും അറിയുന്നില്ല, പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും. നമുക്കൊരു 5000 പേരുടെയോ 10000 പേരുടെയോ 1,00,000 പേരുടെയൊക്കെ ടീമിനെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, നമ്മൾ അറിഞ്ഞവർ, നമുക്കല്ലാട്ടോ, നമ്മൾ 2, 3, 4 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവർ വഴി നമ്മൾ പോലും അറിയാതെ ഈ ലോകത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് ഈ ടീം, ഈ ബിസിനസ് വളരുമ്പോൾ, അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന മനോഹരമായ റീപർച്ചേസ് സിസ്റ്റം. ഇനി റീപർച്ചേസ് സിസ്റ്റത്തിൽ മാത്രമല്ല, അവിടെ നമുക്ക് റിവാർഡുകളുണ്ട്. കാരണം നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ ITB നമ്മൾ ഓരോ പൊസിഷൻസ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനം. ഇവിടെ റീപർച്ചേസ് പ്ലാൻ മീൻസ് അത് ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ ആയിരുന്നു. ഇത് നമ്മുടെ റീപർച്ചേസ് പ്ലാനിലും നമ്മൾ ഓരോ പൊസിഷൻ, അവിടെയും 12 പൊസിഷൻ കമ്പനി വെച്ചിട്ടുണ്ട്. ഈ ഓരോ പൊസിഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിവാർഡുകൾ, ശരിക്കും ഈ റിവാർഡുകളൊക്കെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഗോൾഡ് കോയിനിൽ തുടങ്ങുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വർണം നമ്മുടെ ആഗ്രഹമാണ്, ട്രിപ്പുകൾ നമ്മുടെ ആഗ്രഹമാണ്. ഇവിടെ ഗോവ, തായ്ലൻഡ്, ദുബായ്, സിംഗപ്പൂർ, USA തുടങ്ങിയ ട്രിപ്പുകൾ ഓരോ പൊസിഷൻ അച്ചീവ് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. 1 രൂപ നമ്മൾ മുടക്കണ്ട.
ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന സ്പോർട്സ് ബൈക്ക്, സെഡാൻ കാർ, SUV, ലക്ഷറി ഫ്ലാറ്റ്, ലക്ഷറി വില്ല, 10 കോടി രൂപയുടെ ഡയമണ്ട്സ് വരെയുള്ള റിവാർഡുകൾ പൊസിഷൻ അടിച്ച് കയറുന്നത് അനുസരിച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അടിച്ച് കയറി വാടാമോനെ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ അടിച്ച് നമുക്ക് കയറാൻ പറ്റിയാൽ എന്ത് മുടക്കാനാണ് ജീവിതം ഒരു ചലഞ്ചായിട്ടിട്ടുണ്ട്. അടിച്ചടിച്ച് നമുക്ക് കയറാൻ പറ്റിയാൽ ഓക്സിയും ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ ഒക്കെ ഉന്നത ശ്രേണിയിൽ നമുക്ക് നിന്നുകൊണ്ട് നമുക്ക് ഈ ജീവിതത്തെ നമുക്ക് മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. മറ്റൊരു ഇൻകമാണ് ഡെവലപ്മെന്റ് ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ITB കണ്ടതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോ പൊസിഷൻ അടിച്ചു കയറുന്നതിനനുസരിച്ച് റിവാർഡുകൾക്ക് മുൻപ് ആ റിവാർഡിനനുസരിച്ച് നമുക്കൊരു വരുമാനം കിട്ടുന്ന ഏകദേശം 5 രൂപ വെച്ച് കമ്പനി മാറ്റിവെച്ചുകൊണ്ട് ബിസിനസ് ഡെവലപ്പർ മുതൽ ബിസിനസ് മാഗ്നറ്റ് വരെയുള്ള പൊസിഷനുകളിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻകമാണ് ഡെവലപ്മെന്റ് ഇൻകം എന്ന് പറയുന്നത്. ഇത് ഇവിടെ വരെ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനപ്പുറത്തേക്ക് പൊസിഷൻ ഉണ്ട്, അവിടെ വേറൊരു ഇൻകം കൊടുക്കുന്നത് കൊണ്ടാണ്. അതുവരെയുള്ള റാങ്കുകൾക്ക് ഡെവലപ്മെന്റ് ഇൻകം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള റാങ്കുകൾ കൊടുക്കുന്നത് ഗ്ലോബൽ റോയൽറ്റിയാണ്. കാരണം ഗ്ലോബൽ റോയൽറ്റി എന്ന് പറയുന്നത് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു പൊസിഷൻ. ബിസിനസ് മാസ്റ്റർ എന്ന് പറയുന്ന പൊസിഷൻ എത്തുമ്പോൾ ഗ്ലോബൽ റോയൽറ്റി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ റോയൽറ്റി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10 രൂപയാണ് ഒരു RPയിൽ നിന്നും അതിലേക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അങ്ങനെ മാറ്റിവെക്കുന്ന തുക ഗ്ലോബൽ റോയൽറ്റി അടിക്കുന്ന എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ചെറിയൊരു എമൗണ്ട് അല്ല കേട്ടോ, ചെറിയൊരു എമൗണ്ട് അല്ല. നോക്കൂ, നമ്മുടെ കമ്പനി സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ഇതുവരെ കമ്പനിയിൽ ഗ്ലോബൽ റോയൽറ്റി അച്ചീവർ ഉണ്ടായിട്ട് പോലുമില്ല, ജനിച്ചിട്ടില്ല, പിറന്നു വീണിട്ടില്ല. ഇന്ന് ഈ ആശയത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് പോലും അടുത്ത 6 മാസം കൊണ്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഗ്ലോബൽ റോയൽറ്റി അച്ചീവർ ആകാം. ഗ്ലോബൽ റോയൽറ്റി അച്ചീവർ ആയാൽ ആദ്യം അച്ചീവർ ആകുന്ന വ്യക്തിക്ക് ഏകദേശം 2 കോടി രൂപയായിരിക്കും സിംഗിൾ ചെക്കിൽ കയ്യിലേക്ക് വരിക. സിംഗിൾ ചെക്കിൽ കയ്യിലേക്ക് വരുന്ന 2 കോടി രൂപയായിരിക്കും. നമുക്ക് 10 തരത്തിൽ നമുക്ക് വരുമാനം ലഭിക്കുന്ന അതിമനോഹരമായ രാശി. പണ്ട് പിൻകോഡ് ബേസിസിൽ നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു ചാർജ് കൊടുക്കുന്നുണ്ട് അവിടെയുള്ള ഷോപ്പുകളെ ടൈപ്പ് ആക്കാൻ. ഞാൻ പറഞ്ഞു, നമ്മളുടെ അടുത്തുള്ള കടകളിൽ പോയി അരി മേടിച്ചാലും പച്ചക്കറി മേടിച്ചാലും ഒക്കെ നമുക്ക് വരുമാനം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ഷോപ്പുകളെ നമ്മളിലേക്ക് കൊണ്ടുവരണം, അവിടെയുള്ള കടക്കാരെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു വ്യക്തിക്ക് ചാർജ് കൊടുക്കുന്നുണ്ട്. അതൊരു പിൻകോഡിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അത് എല്ലാവർക്കും ഉണ്ടാവില്ല. ആ പിൻകോഡിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന, ഏറ്റവും നല്ല രീതിയിൽ ഈ ആശയത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് അവിടെ അതിനുള്ള ചാർജ് കൊടുക്കുന്നുണ്ടാവും. ആ വ്യക്തിക്കുമുണ്ട് പ്രതിഫലം. ഒരു RPക്ക് 5 രൂപ വെച്ച് അദ്ദേഹത്തിന് കിട്ടും. അത് അദ്ദേഹത്തിന്റെ ടീമിലുള്ളവർ വാങ്ങണമെന്നില്ല, ആ കടയിൽ നിന്നും ആര് വാങ്ങിയാലും ഇദ്ദേഹത്തിന് കിട്ടും. അത് സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. അത് സ്പെഷ്യൽ പ്രിവിലേജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരേ ഒരാൾക്ക് മാത്രമേ ഉണ്ടാവൂ. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ 1000 രൂപ മുടക്കുന്നു, അല്ലെങ്കിൽ 1500 മുടക്കുന്നു, അല്ലെങ്കിൽ 999 മുടക്കുന്നു. ഇത് മുടക്കുമ്പോൾ നമുക്ക് ഉൽപ്പന്നം കിട്ടുന്നു, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചു. കൂടാതെ നമ്മൾ മുടക്കുന്ന തുകയുടെ അതേ വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ, ഒരു റിഡീം വാലറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ 999 മുടക്കിയാൽ അതേ 999 റിഡീം വാലറ്റ് നമുക്ക് തരും. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉൽപ്പന്നം തരുന്നത് കൂടാതെ കൊടുക്കുന്ന പൈസയ്ക്ക് തുല്യമുള്ള റിഡീം വാലറ്റ് വീണ്ടും തരുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ആക്കി മാറ്റാം. എങ്ങനെ? നമ്മളുടെ നാട്ടിലുള്ള കടകളുമായിട്ട് ടൈപ്പ് വരുമ്പോൾ ആ ടൈപ്പുള്ള ഷോപ്പുകളിൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഒരു RPക്ക് ഏകദേശം 40 രൂപ വെച്ച് കുറച്ചിട്ട് ഇത് കാണിച്ചാൽ മതി. വീട്ടിലേക്കുള്ള അരി ഉപ്പും മുളകും മേടിക്കുമ്പം, ഡ്രസ്സ് വാങ്ങുമ്പം, ജ്വല്ലറി എടുക്കുമ്പം, എന്തും ആയിക്കോട്ടെ, നമ്മൾ എന്ത് വാങ്ങിയാലും ഒരു RP വരുമ്പോൾ ഇത് കാണിച്ചാൽ മതി, 40 രൂപ കുറയും. ഇപ്പൊ 999 നമ്മൾ ഒരു RPയുടെ സാധനം വാങ്ങി 40 രൂപ കുറച്ച് 959 രൂപ ബാക്കി. അടുത്ത പ്രാവശ്യം വാങ്ങും വീണ്ടും 40 രൂപ കുറയും. ഒരു PVക്ക് ഇപ്പൊ 2 RP ആണെങ്കിൽ 80 രൂപ കുറയും, 5 RP ആണെങ്കിൽ 200 രൂപ കുറയും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ പലപ്പോഴായിട്ട് ഈ മുടക്കിയ പൈസ തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ട് വരുന്നു. അപ്പോൾ ഉൽപ്പന്നം നമുക്ക് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. തുടക്കത്തിൽ കിട്ടിയ ഉൽപ്പന്നം നമുക്ക് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടിക്കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടാത്ത, 1 രൂപ പോലും മുടക്കേണ്ടാത്ത, സമയമില്ലാത്തവർക്ക് ടൈം ലിവറേജ് കിട്ടുന്ന മനോഹരമായ ആശയം എന്ന് ഞാൻ പറഞ്ഞു. നോക്കുകയുണ്ട്, ഇന്ന് ഓക്സിജൻ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുൻപോട്ട് വെക്കുന്ന ഈ മനോഹരമായ ആശയം എന്ന് പറയുന്നത് പകരം വെക്കാനില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു ബിസിനസ് പ്ലാനും സമാനതകളില്ലാത്ത ഒരു ഉൽപ്പന്ന ശ്രേണിയുമാണ്. ഒരിക്കലും ഇതിന് പകരം വെക്കാൻ, സമാനതയോടുകൂടി അല്ലെങ്കിൽ ഇതിന് പകരം വെക്കാനായിട്ട് ഈ നിലവിൽ ഇന്ന് വരെ, ഈ സമയം വരെ ഇന്നൊരു കമ്പനിയും ഞാൻ കേട്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായ ബിസിനസ് പ്ലാൻ, അത്രയ്ക്ക് മനോഹരമായ ഉൽപ്പന്നങ്ങൾ, അത്രയ്ക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽ ശ്രേണിയിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ. ഞാൻ വീണ്ടും പറയുന്നു, വെറുതെ അല്ല.
മറ്റൊരു വ്യക്തിക്ക് ആവശ്യമില്ലാത്തൊരു ഉൽപ്പന്നം കൊടുത്തിട്ടല്ല നമ്മൾ പണം ഉണ്ടാക്കുന്നത്. മറിച്ച് ജീവിതകാലം മുഴുവൻ അവിൽപ്പതി പോലെ മരുന്ന് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ മരുന്നില്ലാതെ ജീവിക്കാൻ സഹായിച്ചുകൊണ്ട്, ആ മനുഷ്യന്റെ കണ്ണുനീരൊപ്പിക്കൊണ്ട് നമ്മളിലേക്ക് പണം വരുന്ന, റിച്ച്നെസ് വരുന്ന, അബണ്ടൻസ് വരുന്ന ആ പണം നമുക്ക് തലമുറയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതോടൊപ്പം നിരവധി ഘടകങ്ങളുണ്ട്. നിരവധി ബിസിനസ് വരുമാന ശ്രേണിയിലൂടെ നമ്മുടെ തലമുറകളിലേക്ക് വരെ വരുമാനം പകർന്നു കൊടുക്കാൻ പറ്റുന്ന, കാരണം തലമുറയിലേക്ക് ഞാൻ പറയാൻ കാരണം, നമ്മുടെ കാലം കഴിഞ്ഞാലും അടുത്ത തലമുറ വന്നാലും കൂട്ടുകാരെ, അരി ഉപ്പും മുളകും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? വസ്ത്രം ധരിക്കാതെ ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ അടുത്ത തലമുറയിലുള്ള ആളുകൾ അവർ അവരുടെ നാട്ടിൽ നിന്നും ഭക്ഷണം മേടിക്കുമ്പോൾ നമ്മുടെ തലമുറയിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 19 കംപ്രസ്ഡ് ലെയർ ഇൻകത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത തലമുറയിലുള്ള ആളുകൾ വസ്ത്രം മേടിക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഇൻകം വരുന്നു. അപ്പൊ തലമുറകളിലേക്ക് കൈമാറി കൊടുക്കാൻ പറ്റുന്ന വരുമാനം ഉണ്ടാക്കി വെച്ചിട്ട്, വരുമാനം ക്രിയേറ്റ് ചെയ്തു വെച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോകാം. മീൻസ് ബിൽഗേറ്റ്സിന്റെ വാക്കുകൾ നമുക്കറിയാലോ അല്ലേ? ദരിദ്രനായിട്ട് ജനിക്കുന്നത് ആരുടെയും കുറ്റമല്ല, പക്ഷേ ഒരു ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിച്ചിട്ട് ദരിദ്രനായിട്ട് മരിക്കുന്നത് നമ്മുടെ മാത്രം കുറ്റമാണ്. ഇതുപോലുള്ള നിരവധി അവസരങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ വേണ്ട 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 എന്ന് വെച്ചിരിക്കാതെ, നല്ലതാണ് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടാൽ ചാടിപ്പിടിച്ച് കൂടെ നിന്ന്, കട്ടയ്ക്ക് നിന്ന്, അടിച്ചു കയറി ജീവിതത്തെ വിജയത്തിലെത്തിച്ച് നമ്മുടെ തലമുറകളെ കൂടി സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കടന്നു പോകാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, ഈ ആശയം കേട്ട നിങ്ങളാണ്, മനോഹരമായി ആശയം കേട്ട നിങ്ങളാണ്. തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ആശയത്തെ ലോകം മുഴുവൻ എത്തിച്ചുകൊണ്ട് നമുക്കെല്ലാവരുടെ കുടുംബങ്ങളിലേക്ക് റിച്ച്നെസ്സും അബണ്ടൻസും ആരോഗ്യവും ഒക്കെ കടന്നു വരാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ.